ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വിസ്മയ പാർക്കിലാണുള്ളത്. നമ്മളെ കൂടെ നമ്മളെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11:30 ആകുമ്പോഴത്തേക്ക് പാർക്കിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാപ്പും കാര്യങ്ങളും, നമ്മളിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്യാപ്പും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ക്യാപ്പ്, നമ്മളെ ഫോണിൽ നിന്ന് അറിയാണ്ട് കള്ള കവറ്, ടീഷർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. 6 മണിയാവാണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോയതാണ്, വെറുതെ ഒരു എക്സ്പെൻസ് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയേനെ. അപ്പോൾ വിചാരിച്ച് എന്തായിരുന്നു പിന്നെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച് എല്ലാവരും കല്ലിൻ്റെ അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്, അമ്മ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുക. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ റൂമും അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാഗൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോക്കർ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ യെല്ലോ കളറിൽ കാണുന്ന ചെറിയ റൂമാണ്. നെക്സ്റ്റ് നമ്മൾ മിറർ മാജിക്കിലാണ് കയറാൻ പോകുന്നത്. അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ നിൽക്കുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് ഭയങ്കര മടി. ഇത് അശ്വതി ചേച്ചിയാണ്. അവസാനം ഹായൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ കുഞ്ഞമ്മയ്ക്ക് അങ്ങനത്തെ മടിയൊന്നുമില്ല. കുഞ്ഞമ്മ നല്ല ഉഷാറായിട്ട് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ 3Dയിൽ കയറാൻ പോവാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. എവിടെ പോയാലും നല്ല ക്യൂ ആയിരുന്നു. ഈ റൈഡ് അടിപൊളിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. 5 മിനിറ്റ് എന്തോ ആയിരുന്നു സമയമുള്ളത്, പക്ഷേ ആ 5 മിനിറ്റും അടിപൊളിയായിരുന്നു. അടുത്ത നമ്മൾ കാളപ്പുറത്തേക്കാണ് പോകുന്നത്. നമ്മൾ വിചാരിച്ച് കാളപ്പുറത്ത് പിടിച്ചു കുത്തിട്ട് നമ്മളെ വീഴ്ത്തിയിടാൻ പറ്റൂല, കുറേ നേരം പിടിച്ച് നിൽക്കാൻ പറ്റുന്നു, പക്ഷേ നടന്നില്ല ഗൈസ്. കുറച്ചങ്ങോട്ട് കറക്കി അവസാനം കാളക്കുട്ടൻ നമ്മളെ തള്ളിയിട്ടു. അബിയേട്ടൻ മാക്സിമം നോക്കുന്നുണ്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ കുറച്ച് നേരമൊക്കെ പിടിച്ചു നിന്നു കേട്ടോ. അവസാനം ആളെ തള്ളിയിട്ടു ഗൈസ്. ഈ പോകുന്നവരൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. ഞങ്ങൾ നെക്സ്റ്റ് റൈഡിൽ കയറാൻ പോവാണ്. പക്ഷെ ചെറിയ കുട്ടികൾക്കൊന്നും ഈ റൈഡിൽ കയറാൻ പറ്റില്ല. 120 cm മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ റൈഡിൽ കയറാൻ പറ്റുള്ളൂ. നമ്മളെ കൂട്ടത്തിലുള്ള ഋതുവിനും അതേപോലെ ചെറിയ മോക്കൊന്നും ഈ റൈഡിൽ കയറാൻ പറ്റില്ല. ഞങ്ങൾ പോകുന്നേരം ഓരവിടെ ഇരുന്ന് കരയായിരുന്നു. കുറേ നേരം ആളവിടെ ഇരുന്ന് കരഞ്ഞ് അവസാനം ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടൊക്കെയാണ് ആളെ ഒന്ന് ക്ഷമിപ്പിച്ചത് കേട്ടോ.
നമ്മളിപ്പോൾ കയറിയ റൈഡിൻ്റെ തൊട്ടടുത്താണ് ഈ വോർട്ടെക്സ് എന്ന് പറഞ്ഞ് കണ്ടത്. ഇതെന്താണെന്നൊന്നും അറിയില്ല, എല്ലാവരും പോകുന്ന കണ്ടിട്ടാണ് ഇയാളും പോയത്. എന്താണെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് കാണാം. അങ്ങനെ റൈഡിലൊക്കെ കയറി നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ കിളി പോയി ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിന് കുറച്ച് നേരം ഒന്ന് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ കോഫിയും ഉഴുന്നുവടയും പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. ഈ പാർക്കിനുള്ളിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര നീറ്റാണ്, എല്ലാവരും നല്ല വൃത്തിയാണ്, അവരെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. പാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിഴ 5000 രൂപ പിഴ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഭയങ്കര നീറ്റാണ്. ഞാനിത് ബാത്റൂം സൈഡാണെന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ അവരെ വയ്യ തന്നെ പോവുകയാണ്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇവിടെ ഒരുപാട് മരങ്ങളും നല്ല തണലും നല്ല രസം അവിടെ ഇരിക്കുക, നല്ല തണുപ്പൊക്കെ ഉണ്ടീനു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ അടുത്ത റൈഡിൻ്റെ അടുത്തെത്തും. നേരത്തെ റൈഡിൽ ഞാൻ കയറിയിട്ടില്ല, ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റൈഡ് വരുന്നത്. പക്ഷേ ഇതിൽ ഞാൻ കയറിയപ്പോൾ വയറ്റുന്നൊക്കെ കാളുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷെ പിന്നെ അങ്ങ് സെറ്റായി. എനിക്ക് ഏതൊരു വീഡിയോ എടുത്താലും അതിൽ കുറച്ച് ഗ്രീനറി കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എടുത്തതാണ് ആ ഫ്ലവറിൻ്റെ പോർഷനൊക്കെ കേട്ടോ. ഇനി നമ്മൾ ഫാമിലി ട്രെയിനിൽ കയറാൻ പോവാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഹൊറർ കേവിലേക്കാണ് പോകുന്നത്. ഹൊറർ കേവ് എന്ന് കേട്ടപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള മണിക്കുട്ടിക്കൊക്കെ ഭയങ്കര എന്താ അതിൻ്റെ ഉള്ളിൽ എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷ. ആൾ വേഗം ഓടിപ്പിടിച്ച് പോകുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വിസ്മയ പാർക്കിൽ ഹൊറർ കേവിൽ കയറാൻ പോകുന്നത്. മുന്നേ ഞാൻ ഹൊറർ കേവിൽ കയറിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ്. ഹൊറർ കേവിലേക്ക്
ഇവിടെ എന്താ ഹലോ ഹായ് അങ്ങനെ നമ്മൾ ഹൊറർ കേവിൽ നിന്ന് ഇറങ്ങി. പ്രത്യേകിച്ച് പേടിക്കാൻ നമ്മളെ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ പേടിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ വലുതായല്ലോ, ചിലപ്പോൾ കുട്ടിയാണെങ്കിൽ നമ്മൾ പേടിച്ചേനെ. പ്രത്യേകിച്ച് പേടിക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. ഇതേ നമ്മളെ ട്രെയിൻ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 4 മണിയാവാനായിട്ടുണ്ട്. നമ്മളെ വാട്ടർ റൈഡൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. നല്ല വരിയാണ് കഴിച്ച്. ഞങ്ങൾ നെക്സ്റ്റ് റൈഡിൽ കയറാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ നമ്മളുടെ റൈഡ് അവിടെ കുടുങ്ങിപ്പോയി ഗൈസ്. നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്. ഇപ്പം വേവിൻ്റെ ടൈമാണ്. ഏകദേശം 1/2 മണിക്കൂറിൻ്റെ അടുത്ത് ഈ ഒരു വേവ് ഉണ്ടാവും. ഹേ ഗായ്സ്, അപ്പം നമ്മളെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീണ്ടും മുത്തപ്പൻകാവിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അതിൻ്റെ ഇടയിൽ വിസ്മയ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് എല്ലാ റൈഡിലും കയറാനുള്ളൊരു സമയം കിട്ടിയില്ല ഗായ്സ്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യൂ ഒക്കെ നിന്ന് കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ നന്നായിട്ട് മഴ പെയ്തതിനെ കൊണ്ട് എന്താണ് എല്ലാ റൈഡിലും കയറുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. വെള്ളം നനയുന്നതുകൊണ്ട് നമുക്ക് ഫോണിന് ഞാൻ വേറെ എക്സ്ട്രാ കവറൊന്നും വാങ്ങാത്തതുകൊണ്ട് ഫോണ് ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു. അതുകൊണ്ട് കുറേ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു ടൈമാണ് ഞാൻ കറക്റ്റ് എൻജോയ് ചെയ്ത്. ബാക്കിയുള്ള സമയം മുഴുവൻ എങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഫോണ് ലോക്കറിൽ വെച്ച ആ സമയം മുതൽ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. അടിപൊളിയായിരുന്നു. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ ടൈമിൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല തിരക്കായിരുന്നു. വെക്കേഷൻ ടൈം അല്ലാത്ത സമയത്ത് വരുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് സമയം തികയൂല എല്ലാ റൈഡിലും കയറാൻ. പക്ഷേ ഓവറോൾ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നമ്മളെ കൂടെ വേറെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും ഓരോരോ സ്ഥലത്താണ്. ഓരോരുത്തരും ഡ്രസ്സ് മാറ്റുന്ന തിരക്കിലും അങ്ങനെ ഇങ്ങനെ ഓരോരോ ബൈക്കാണ്. അപ്പം വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.